നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ബാലൻസ്ഡ് മീൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. പ്രധാനമായും നമ്മൾ ഒരാൾക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം അതിൽ പരിഗണിക്കേണ്ട ഒരു ഘടകമാണ് അയാളുടെ പ്രായവും ലിംഗവും. അതായത് ഇപ്പം ഒരു 18 വയസ്സുള്ള പുരുഷൻ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് തന്നെ വേണം, അല്ലെങ്കിൽ അത്രയും എനർജിയും പ്രോട്ടീൻ ലെവൽസും ചിലപ്പോൾ സ്ത്രീയിലോട്ട് എത്തുമ്പം അതേ പ്രായത്തിലുള്ള സ്ത്രീയിലോട്ട് എത്തുമ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രായവും ലിംഗത്തിനും അനുസരിച്ച് ഫുഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഡയറ്റിൽ വ്യത്യാസമുണ്ടാവും. അതുപോലെ തന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ എന്നിവർക്കൊക്കെ ഫിസിയോളജിക്കൽ നീഡ്സ് കൂടുതലാണ്. അപ്പം ആ ഘട്ടങ്ങളിലുള്ളവർക്കും ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഇപ്പം ഞാൻ കഴിക്കുന്ന ബാലൻസ്ഡ് ഡയറ്റിൻ്റെ പ്രപ്പോർഷൻ അല്ലെങ്കിൽ അളവിലായിരിക്കണമെന്നില്ല വേറൊരാൾക്ക് കഴിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ പ്രായത്തിൽ തന്നെയുള്ള ഒരാൾക്ക് വ്യത്യാസം വരും. കാരണം അവർക്ക് എനർജി എത്രത്തോളം ആവശ്യമുണ്ട് അവരുടെ ജോലി അനുസരിച്ച്. ഇപ്പം ഒരുപാട് ഹെവി ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ ചെയ്യുന്നതാണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ അത്രയും ഹെവി വർക്കുകൾ ചെയ്യേണ്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ഡയറ്റിലും വ്യത്യാസങ്ങൾ വരും. അവരുടെ എനർജി നീഡ്സിൽ അവിടെ വ്യത്യാസം വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോഴും അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ അടുത്തൊരു ഘടകമാണ് റീജിയൻ നോക്കിയിട്ട്. കാരണം നമ്മളിപ്പം ഇയാൾക്ക് ഇത്രയധികം പ്രോട്ടീനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത്രയും കാർബ് ആവശ്യമുണ്ട് ഭക്ഷണത്തിൽ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ അതിനനുസരിച്ചാണ് നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏരിയയിൽ അവൈലബിൾ ആവാത്ത പ്രൊഡക്ട്സ് വെച്ച് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അവരുടെ ഫുഡ് ഡയറ്റ് കംപ്ലീറ്റ്ലി തെറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും റാഗി ഉണ്ടാവുന്നത് സൗത്തേൺ ഏരിയസിലാണ്. അപ്പം നമ്മൾ നോർത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് റാഗി വെച്ചിട്ട് ഡയറ്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവൈലബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ കൂടുതലും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം ചിലപ്പോൾ നോർത്തിലുള്ളവർക്ക് ഈസിലി അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അവരുടെ ഏരിയയിൽ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഡയറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ഏതാണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഡയറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇൻകം, വരുമാനത്തിനും ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം പ്രോട്ടീൻ നമ്മുടെ ഒരു സാധാരണ വരുമാനമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന പ്രോട്ടീൻ സോഴ്സസും ഉണ്ട്. എന്നാൽ വളരെ വില കൂടിയ രീതിയിലുള്ള പ്രോട്ടീൻ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം ഒരാളുടെ വരുമാന സ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് എല്ലാ വൈറ്റമിൻസും ന്യൂട്രിയൻസും അവർക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന രീതിയിൽ വേണം ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. പക്ഷെ അത് അവർക്ക് അഫോർഡബിൾ ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു ഡയറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രധാനമായും പ്രായം, ലിംഗം എന്നിവ ശ്രദ്ധിക്കണം. ഇതിൽ തന്നെ ഫിസിയോളജിക്കൽ നീഡ്സ് കൂടുതൽ, അതായത് ഗർഭധാരണം, കുട്ടികൾ വളരുന്ന പ്രായം, ഈ സമയങ്ങളിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്ന സമയത്ത്, അതായത് ചില സമയങ്ങളിൽ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ന്യൂട്രിറ്റീവ് വാല്യൂസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില സമയത്ത് ചില മരുന്നുകൾ എടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബി കോംപ്ലക്സ് പോലുള്ള ന്യൂട്രിയൻസ് അതിൻ്റെ കൂടെ സപ്ലിമെൻ്റ് ആയിട്ട് പോകാറുണ്ട്. ആ സമയത്ത് അവർക്ക് അത്രയും ന്യൂട്രിറ്റീവ് വാല്യൂ വേണ്ട ഭക്ഷണങ്ങൾ വേണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പം അതുപോലെ അങ്ങനത്തെ അവസരങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ പൊതുവേ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം ഹെൽത്തി ആയിരിക്കുന്ന അവരുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഡയറ്റിൽ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തുക. ഓരോ അസുഖങ്ങൾക്കനുസരിച്ച് ഡയറ്റിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പം നോർമലി ഒരു 18 വയസ്സുകാരൻ കഴിക്കുന്ന ഭക്ഷണം ഒരു 20 വയസ്സുകാരനോ 25 വയസ്സുകാരനോ ചിലപ്പോൾ അതേ ക്വാണ്ടിറ്റിയിലും പ്രപ്പോർഷൻസിലും അല്ല വരിക. അവരുടെ ജോലി, ജീവിത രീതി, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വരുമാനം ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന ഏരിയ, അവിടെ ലഭ്യമായ ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ച് വേണം ഒരു പ്രോപ്പർ ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്.